ഹലോ ഗൈസ്, അപ്പോൾ നമുക്ക് കൊച്ചി മെട്രോ ടിക്കറ്റ് എങ്ങനെ ബുക്ക് ചെയ്യാൻ നോക്കാം. ഈ നമ്പറില്ലേ, ഈ നമ്പർ ജസ്റ്റ് ഒന്ന് സേവ് ചെയ്യേണ്ട. ഏതെങ്കിലും ചാറ്റൊക്കെ ഇട്ടിട്ട് അത് ജസ്റ്റ് ടാപ്പ് ചെയ്യാം. ടാപ്പ് ചെയ്തിട്ട് ചാറ്റ് വിത്ത് ഈ നമ്പർ ഉണ്ടാവും, അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ അതിലുള്ളത് ഞാൻ കുറച്ച് മുന്നേ കൊച്ചി മെട്രോ ടിക്കറ്റ് ബുക്ക് ചെയ്തതാണ്. അത് ഹായ് അയക്കുമ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. അപ്പോൾ QR ടിക്കറ്റ് മോർ ഓപ്ഷൻസ് ഉണ്ടാവും. അതിൽ QR ടിക്കറ്റ് സെലക്ട് ചെയ്യാം. പിന്നെ അതിൽ ബുക്ക് ടിക്കറ്റ്, ക്യാൻസൽ ടിക്കറ്റ് ഉണ്ടാവും. ടിക്കറ്റ് ബുക്ക് ചെയ്യാനതുകൊണ്ട് ബുക്ക് ടിക്കറ്റ് കൊടുക്കാം. അതിന് ശേഷം സ്റ്റേഷൻ്റെ ലിസ്റ്റ് വരും. അപ്പോൾ ക്ലിക്ക് ചെയ്തിട്ട് ഇതിൽ നമ്മൾ സ്റ്റേഷൻ ഉണ്ടാവും നോക്കുക. ഇതിൽ നമ്മൾ സ്റ്റേഷനിൽ അപ്പോൾ മോർ സ്റ്റേഷൻസ് ഉണ്ടാവും, അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിലുണ്ടാവും നോക്കുക, ആ ലിസ്റ്റിലുണ്ടാവും നോക്കാം. അതിലില്ലെങ്കിൽ മോർ സ്റ്റേഷൻസ് പിന്നെ നോക്കാം. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റേഷൻ ഇതിൽ എറണാകുളം സൗത്താണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ എറണാകുളം സൗത്ത് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എവിടേക്കാണ് പോകേണ്ടുള്ള സ്റ്റേഷൻ സെലക്ട് ചെയ്യാം. ആദ്യത്തെ പ്രോസസ്സ് തന്നെയാണ്. അപ്പോൾ ഇല്ലെങ്കിൽ ഈ ലിസ്റ്റിലില്ലെങ്കിൽ മോർ സ്റ്റേഷൻ കൊടുക്കുക. നമ്മൾ സ്റ്റേഷൻ വരുന്ന വരെ മോർ സ്റ്റേഷൻ ലിസ്റ്റ് കൊടുത്തിട്ട് MG റോഡ് ഉണ്ടാവും. MG റോഡ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ MG റോഡ് സെലക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എത്ര പാസഞ്ചേഴ്സാണ് ഉള്ളതെന്ന് ചോദിക്കും, അത് ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ 3 സെലക്ട് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഫെയർ ഉണ്ടാവും, എത്ര പൈസ ആയിരുന്നു എന്നുള്ളത് ഇവിടെ കാണിക്കും. കഴിഞ്ഞിട്ട് യെസ് കൊടുക്കുക. പിന്നെ നമ്മൾ ടിക്കറ്റ് ഗേറ്റ് വേണ്ടാവും, പേയ്മെൻറ്റ് ഗേറ്റ് വേണ്ടാവും, അത് ജസ്റ്റ് സെലക്ട് ചെയ്യുക. എന്നിട്ട് പേയ്മെൻറ്റ് ചെയ്യുക. പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഓർഡർ ID ഇവിടെ ഉണ്ടാവും. പിന്നെ ഒരു QR കോഡ് ഉണ്ടാവും. മൂന്നാക്കും ഈ സെയിം QR കോഡ് തന്നെയാണ് ഉണ്ടാവുക. നമ്മൾ ഗേറ്റിൻ്റെ അവിടെ കാണിച്ചാൽ മതി. അല്ലെങ്കിൽ അവിടെ ടിക്കറ്റ് കൗണ്ടറിൽ കാണിച്ചാൽ അവിടെ ടിക്കറ്റ് തരും. ഇത് 2 മണിക്കൂറാണ് വാലിഡ് ആയിട്ടുള്ളത്, 120 മിനിറ്റ്. പിന്നെ ഇത് മറ്റേ ഗേറ്റിൻ്റെ അവിടെയാണ് ഇത് കാണിക്കേണ്ടത്. നമ്മൾ കൗണ്ടറിന് ടിക്കറ്റ് തരില്ലേ, അതേമാതിരി തന്നെയാണ് ഇത് ഉണ്ടാവല്. ഇത് ജസ്റ്റ് ഒന്ന് അവിടെ ടാപ്പ് ചെയ്താൽ ഗേറ്റ് തുറക്കും. പിന്നെ നമ്മുടെ മൊബൈലിൻ്റെ ബ്രൈറ്റ്നസ് പരമാവധി ഇൻക്രീസ് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് ടിക്കറ്റ് ക്യാൻസൽ ചെയ്യണമെങ്കിൽ ക്യാൻസൽ ചെയ്യാനും പറ്റും. ക്യാൻസൽ ടിക്കറ്റ് നോക്കിയിട്ട് ബാക്കിയുള്ള ഫണ്ട് നമുക്ക് റീഫണ്ട് ആയി കിട്ടും. അങ്ങനെ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ നമ്മൾ ടൈമിൽ ആവശ്യം അവിടെ വരിയൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല. കൗണ്ടറിൽ പെട്ടെന്ന് നമുക്ക് ഒരു 1 മിനിറ്റോടെ 2 മിനിറ്റോടെ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും.